ഒരേ ഫോക്കസിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. എന്റെ മനസ്സിലുള്ളതിനാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. എനിക്കൊരു 10 രൂപ ഏൺ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് സമ്പാദിക്കണം എന്നുള്ള ഒരേ തോട്ടാണ് എന്റെ മനസ്സിലുള്ളത് തന്നെ നിങ്ങൾക്കുള്ളത്. അല്ലാതെ ഒരാൾക്കും ആ തോട്ടൊന്നും വ്യതിചലിക്കാൻ കഴിയില്ല. കാരണം ആ ചിന്തക്ക് ഒരേ ഡെസ്റ്റിനേഷനുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വൈകിയ വേളയില് ഇപ്പൊ ഏകദേശം 171 പേരുണ്ട്. ഇനിയും ഓരോരുത്തരും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വൈകിയ വേളയില് നമ്മൾ ഈ ബിസിനസിന്റെ അപ്ഡേഷൻസിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഈ ബിസിനസ്സിലൂടെ നമുക്ക് എങ്ങനെ നമുക്ക് സക്സസ് ആകാൻ കഴിയുന്നതിനെ കുറിച്ചോ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ബിസിനസ് മേഖലയിൽ എത്തിക്കഴിഞ്ഞാലും അതിന്റെ ഉള്ളടക്കങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞ് അതിലൂടെ എങ്ങനെ സക്സസ് ആകാമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. സക്സസ് മീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കൂടുതൽ ഏണിങ്സ് എടുക്കുക, അല്ലെങ്കിൽ വിജയത്തിൽ എത്തിക്കാൻ കൂടുതൽ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഏതൊരു ബിസിനസ്സിന് സക്സസ് എന്ന് പറയുന്നത് അദ്ദേഹം ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ആണ്, സെയിൽസിന്റെ ഒക്കെ. അതാണ് സക്സസ് എന്ന് പറയുന്നത്. അല്ല വെറുതെ നമ്മൾ മാർക്ക് എഴുതി പരീക്ഷ എഴുതി മാർക്കിൽ വിജയിച്ചു വരുന്നതൊന്നല്ല സക്സസ് ഈ ബിസിനസിന്റെ തിയറിയിൽ പറയുമ്പോൾ. ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ വരുമാനം കൂട്ടിയെടുക്കുക, നമ്മൾ അത്യാവശ്യം നല്ല റിച്ച്നെസ്സിലേക്ക് എത്തുക എന്നുള്ളതിനാണ് സക്സസ്. അത് നമ്മുടെ ഈ എന്താ പറയാ, നമ്മുടെ ഈ ലോകത്ത്, പിന്നെ വേറെ പരലോകം വേറെ ഉണ്ടാവും, അതിന് വേറെ സക്സസ് ആയിട്ട് നമ്മൾ ദൈവിക അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാലാണ് അത് പരലോകത്തെ സക്സസ് എന്ന് പറയുന്ന രീതിയിലേക്ക്. നമ്മുടെ ഈ ഇപ്പോഴത്തെ നമ്മുടെ ഭൗതിക ജീവിതത്തിലുള്ള സക്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു കുടുംബം, അതേപോലെ നമുക്ക് നല്ല പാർപ്പിടം, നല്ല സൗകര്യങ്ങളുള്ള കുട്ടികളുടെ പഠിപ്പ്, അതേപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലായ്മ, സാമ്പത്തികമായിട്ട് നമ്മൾ നല്ല ഉയർച്ചയിലെത്തുക, മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുക, മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, നമുക്ക് ശരീരം കൊണ്ടും ചിലർക്ക് പണം കൊണ്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ വിജയത്തിന്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. കാരണം ഏതൊരാൾ വന്ന് നമ്മോട് എന്തെങ്കിലും ഒരു ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും ബുദ്ധിമുട്ടില്ലാതെ കൊടുക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല വരുമാനമുള്ള ആളായിരിക്കണം. കാരണം നമുക്ക് കൈ അറിഞ്ഞ് സഹായിക്കണമെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളില്ലാതിരിക്കണം. നമുക്ക് സ്വന്തമായിട്ട് ഒരു പ്രശ്നമുള്ള ആൾക്ക് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മുടെ പ്രശ്നങ്ങൾക്ക് തന്നെ നമ്മൾ നെട്ടോട്ടം ഓടുകയായിരിക്കും. പക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാനുള്ളതിൽ കൂടുതൽ വരുമാനം നമുക്ക് ഏൺ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റും? ഹെൽപ്പിംഗ് മെന്റാലിറ്റിയോടെ നമുക്ക് സഹായിക്കാൻ പറ്റും. ഏത് ചാരിറ്റി ആവട്ടെ, എന്താവട്ടെ, ഏതിലൂടെ, അതായത് അമ്പല കമ്മിറ്റി ആവട്ടെ, പള്ളി കമ്മിറ്റി ആവട്ടെ, ഏത് രീതിയിലും നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടായിരിക്കണം, നല്ലൊരു വരുമാന സ്രോതസ് ഉണ്ടായിരിക്കണം, നല്ലൊരു ഇപ്പം നിങ്ങൾക്ക് എല്ലാവരും കാണാം, നമ്മൾ ലുലുവിന്റെ ഓണറായിട്ടുള്ള യൂസഫ് അലി സാറ് ഇന്നത് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പലരും ചിലവർ അറിയിക്കാത്തവരുണ്ടായിരിക്കാം ചാരിറ്റബിൾ ഒക്കെ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്നത്? അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ അവർ എത്തിക്കഴിഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർക്ക് അവരുടെ രണ്ട് കുടുംബത്തിന്റെയും തല മുട്ടിക്കാനുള്ള, അല്ലെങ്കിൽ രണ്ട് കുടുംബത്തിന്റെയും ഇങ്ങനെ ഏച്ചു മുട്ടിക്കാനുള്ള നെട്ടോട്ടപ്പാച്ചില് അവർക്ക് എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയില്ല. അപ്പൊ അതിന് നമ്മൾ എല്ലാവരും ഒരു അഡീഷണൽ ഇൻകം, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന രീതിയിൽ പല മേഖലകളെ നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. ചില മേഖലകൾ ഫെയിൽ ആവാറുണ്ട്, ചില മേഖലകൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറത്തേക്ക് നമ്മളെ വളർത്തിക്കൊണ്ടു പോകും. അപ്പൊ ആ ഒരു സിസ്റ്റത്തിലാണ് ഇപ്പൊ നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ഞാനും നിങ്ങളും ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ ഇനി മറ്റുള്ളവര് ഈ ജോയിൻ ചെയ്യാത്തവരോ അല്ലെങ്കിൽ ബിസിനസിനെ പറ്റി പഠിക്കാത്തവരോ ഈ മീറ്റിംഗിൽ ഉണ്ട് എന്ന് എനിക്കറിയില്ല. ഏതായാലും നമ്മൾ ഈ പഠിക്കാൻ വന്നിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ഈ ബിസിനസിനെ കുറിച്ചാണ്. നമ്മുടെ അപെക്സ് ടോക്കൺ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി മേഖലയിൽ ഇപ്പോൾ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന അപെക്സ് റവല്യൂഷൻ. നമ്മളെല്ലാവരും 1.5 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഈ 1.5 മാസത്തിന് മുമ്പേ നമ്മളെല്ലാവരും വളരെയധികം ഹാപ്പിനെസ്സോട് കൂടി നമുക്കൊക്കെ വളരെയധികം ഇതിനെ ഇൻട്രസ്റ്റിങ്ങിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്ന ഫേസ് 1 അല്ലെ, നമ്മളെല്ലാവരും കാരണം നമുക്ക് INR കൂടി നമുക്ക് വിഡ്രോവൽ കൊടുത്ത്, ഇന്ന് വിഡ്രോവൽ കൊടുത്ത് 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന സിസ്റ്റം നമുക്ക് കമ്പനി നമ്മുടെ മുന്നിലേക്ക് വെച്ചിരുന്നു. അപെക്സ് ടോക്കൺ എന്ന കമ്പനി വളരെ ഹാപ്പിയിലായിരുന്നു നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു 1.5 മാസത്തോളമായിട്ട് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ എക്സ്ചേഞ്ചിന്റെ ലീഗൽ പ്രോബ്ലംസ്, അല്ലെങ്കിൽ ലീഗൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എക്സ്ചേഞ്ച് വളരെ ലീഗലായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വിഡ്രോവൽ എല്ലാം താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് എന്ത് ചെയ്യും, ലൈവ് ആകുന്നത് ഏകദേശം 1-2 മാസത്തിനുള്ളിൽ ലൈവ് ആയി കഴിഞ്ഞാൽ നമ്മളെ പഴയ ഹാപ്പിനെസ്സിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ കഴിയും.
നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ടോപ്പിക്കിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഒരു സിസ്റ്റം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫേസ് 2 അല്ലെ. ഫേസ് 1 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പക്സ് ടോക്കൺ എന്താണെന്ന് അറിയാം. അപ്പക്സ് ടോക്കൺ എന്താ അറിയാം? BEP20യിലും TRC20യിലും ERCയിലും എന്ന് പറയുന്ന 3 ബ്ലോക്ക് ചെയിനിലൂടെ പബ്ലിക്കിലേക്ക് വന്നിട്ടുള്ള ഒരു ക്രിപ്റ്റോ ടോക്കൺ കമ്പനിയാണ് അപ്പക്സ് ടോക്കൺ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഫേസ് 1 ഇൻവെസ്റ്റ് ചെയ്താൽ കമ്പനി പ്രോഫിറ്റ് നമുക്ക് USDT ആയിട്ട് നമുക്ക് തന്നിരുന്നു. ഇനി നമ്മുടെ ഫേസ് 2 വരുമ്പോൾ ഫേസ് 2 നമുക്ക് എന്താ, നമ്മുടെ അപ്പക്സ് ടോക്കൺ ബൈ ചെയ്യുന്നു, നമ്മളത് സ്റ്റേക്ക് ചെയ്യുന്നു. ആ സ്റ്റേക്ക് ചെയ്തതിന് നമുക്ക് കൃത്യമായിട്ട് കമ്പനി സ്റ്റേക്കിംഗ് റിവാർഡ്സ് ഇറ്റ്സ് ലൈഫ് ടൈം നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്, ലൈഫ് ടൈം. അപ്പൊ ഏകദേശം നമ്മളൊരു 120 ടോക്കൺ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 120 അപ്പക്സ് ടോക്കൺ ഏകദേശം ഒരു 1500 രൂപയോളം വരുള്ളൂ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ്. നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിയും. ഏകദേശം 2 ആഴ്ചക്ക് ശേഷം അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു വിലയിലോ അല്ലെങ്കിൽ 3 ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തില് നമുക്ക് ഈ വിലയിൽ നമ്മൾ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിലയിൽ നമുക്ക് ലഭ്യമാകാൻ സാധ്യതയില്ല. തികച്ചും അത് പറയുമ്പോൾ ഞാൻ അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടി കൂട്ടിച്ചെടുത്ത് ഞാൻ പോവാം. അതായത് ഇന്നിന്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, സാറേ നമ്മള് അപ്പക്സ് ടോക്കണ് എന്താ പറയാ നമ്മുടെ യൂട്ടിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് 3 കമ്പനിമാര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൊരു 2 കമ്പനികൾ എന്ന് പറയുന്നത് ഒരു സുഹൃത്ത് ചോദിച്ചതാണ്. നല്ല ചോദ്യമാണ്. കാരണം ഇസ്ലാമികപരമായിട്ട് നമുക്ക് അറിയാവുന്ന രീതിയിൽ അപ്പൊ ഇവിടെ എല്ലാ മതസ്ഥരുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെ എന്നോട് ചോദിച്ച ആ സുഹൃത്ത് ചോദിച്ചത് ലോട്ടറി നമുക്ക് ഹറാമാണ്, അതേപോലെ തന്നെ ബെറ്റിംഗ് ആപ്പ് ഹറാമാണ്. തീർച്ചയായിട്ടും ആയിരിക്കാം. അപ്പൊ അതിലൊന്നും ഇല്ല. കാരണം അത്രത്തോളം അതിന്റെ ദീനിന്റെ കാര്യങ്ങൾ പറയാനുള്ള പ്രാപ്തനായ ആളെന്നല്ല എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മുടെ കയ്യില് ഇപ്പോ ഇന്ത്യൻ മണി ആവട്ടെ, USD ഡോളർ ആവട്ടെ, റിയാൽ ആവട്ടെ, ഈ 3 ഇതിലാണ് ഞാൻ നിന്നത്. റിയാൽ തന്നെ സൗദിയിൽ ഞാൻ റിയാലാണ്. അതേപോലെ നാട്ടില് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന കാശാവട്ടെ, ഈ കാശ് അവനവന്റെ പോക്കറ്റിലുള്ളത് അവനവൻ എന്തിനൊക്കെ ഉപയോഗിക്കണമെന്ന് നമുക്കറിയില്ലല്ലോ. ഞാൻ എന്തിനൊക്കെ ഉപയോഗിക്കുന്നത് എനിക്കല്ല അറിയുള്ളൂ. ഞാൻ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പലരും പല ആവശ്യങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അവനവൻ സമ്പാദിച്ച സമ്പാദ്യം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, ചീത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം. ഇവിടെ നിങ്ങളോടോ അല്ലെങ്കിൽ എന്നോടോ നമ്മളോട് ആരോടും കമ്പനി നിങ്ങൾ ഓൺലൈൻ ലോട്ടറി എടുക്കണം എന്ന് കമ്പനി ആരും പറയുന്നില്ല. അതേപോലെ നിങ്ങൾ ബെറ്റ് ചെയ്യണം, ബെറ്റിംഗ് ആപ്പിൽ പോയിട്ട് ബെറ്റ് വെക്കണം എന്നൊന്നും കമ്പനി പറയുന്നില്ല. നിങ്ങളോട് ഈ ഹെൽത്ത് റിംഗ് വാങ്ങിയിട്ട് ഇത് ഹെൽത്ത് റിംഗ് അല്ല, റിംഗ് കാണിച്ചതാ, റിംഗ് വാങ്ങി വെക്കണം എന്നൊന്നും കമ്പനി പറയുന്നില്ല. അവനവന്റെ കയ്യിലുള്ള ടോക്കൺ, അതായത് ടോക്കൺ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന് മാത്രം. അതിനുള്ള ഓപ്ഷൻസ് ആണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി കൂട്ടാനുള്ള ഒരു ബിസിനസ്, അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടോക്കൺ ഉപയോഗിച്ച് വാങ്ങാം, അല്ലെങ്കിൽ നമ്മുടെ ടോക്കൺ ഉപയോഗിച്ച് നമ്മുടെ പൈസ ഉപയോഗിച്ച് നമ്മൾ എന്ത് വാങ്ങണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. നമ്മൾ ഹലാലായ മാർഗത്തിൽ ചെലവഴിക്കണോ അല്ലെ ഹറാമായ മാർഗത്തിൽ ചെലവഴിക്കണം. പക്ഷെ ഇതിന്റെ ദീനിന്റെ കാര്യം പറയാനൊന്നും ഞാൻ ആളല്ല. ഞാൻ ആ രീതിയിൽ ചോദ്യപ്പം ഇവിടെ ഒരു പൊതു ഇതിൽ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത്ര അങ്ങോട്ടൊന്നും ഞാൻ പഠിച്ച ആളുമല്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. അപ്പം ഇവിടെ ചിലപ്പം ഇതിനേക്കാളും ദീനിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ ചിലപ്പോൾ പ്രാപ്തനായിട്ടുള്ള ആൾക്കാർ സുബൈർ സാറൊക്കെ ഉണ്ട്. സുബൈർ സാറൊക്കെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് പറയാം അങ്ങനെയല്ലല്ലോ, ജബ്ബായി ഇതിങ്ങനാണല്ലോ എന്ന് ചിലപ്പോൾ പറഞ്ഞുതരും. ഓക്കെ, അതടക്കട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകളും നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളും നമ്മൾ ഒരാളെ ദ്രോഹിക്കാതെ മറ്റൊരാളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ വാക്കുകൊണ്ട് ആയാൽ പോലും നമ്മൾ ഒരാളെ സഹായിക്കുക, നെഗറ്റീവ് പറയാതെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും പടച്ച തമ്പുരാൻ അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിരിക്കും. നിങ്ങൾ ഒരാളെ ക്രൂശിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ എവിടെയെങ്കിലും തരം താഴ്ത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തരം താഴ്ത്താൻ വേറൊരാളെ പടച്ച തമ്പുരാൻ ഇറക്കി തരും. എന്തായാലും ആ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, അപ്പോ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ സിസ്റ്റം മാനേജ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് അറിയേണ്ടത്, നമ്മുടെ കമ്പനിയിൽ ഇപ്പൊ ഫേസ് 2 എന്ന് പറയുന്ന പ്രോജക്റ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 120 ടോക്കൺ, മിനിമം 120 ടോക്കൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വെറും 1500 രൂപയിൽ താഴെ ഇപ്പോഴത്തെ പ്രൈസിൽ വരുന്നുള്ളൂ. നമുക്കത് വാങ്ങി അത് സ്റ്റേക്ക് ചെയ്ത് 50 ബേൺ ചെയ്ത് 70ലൂടെ നമുക്ക് ഏകദേശം 1.95 അല്ലെങ്കിൽ 1.8 എന്ന രീതിയിൽ നമുക്ക് സ്റ്റേക്കിംഗ് റിവാർഡ് ഡെയിലി
ഫേസ് 1 പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് അവിടെ ഉണ്ടായിരുന്നത് വർക്കിംഗ് ഡേയ്സിലായിരിക്കും. പക്ഷെ ഇവിടെ വരുമ്പോൾ അത് ഡെയിലി എന്ന് പറയുന്നത് ലൈഫ് ലോങ് എന്നാണ് കമ്പനി പറയുന്നത്. ലൈഫ് ടൈം എന്നാണ് കമ്പനി പറയുന്നത്. ഇനി അവിടെ അങ്ങോട്ട് ഇനി എപ്പോഴാണ് ചിലപ്പോൾ എന്തെങ്കിലും ഡിസിഷൻ മാറോ എന്ന് എനിക്കറിയില്ല. ഒഫീഷ്യലായിട്ട് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ള മാണി സാർ പറഞ്ഞിട്ടുള്ള ലൈഫ് ടൈം പ്രൊജക്റ്റ് ആണ് നമ്മുടെ എന്നുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ, ഒരു 1500 രൂപ ഉണ്ടെങ്കിൽ ഈ ബിസിനസ് ഏതൊരാൾക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഏതൊരു സാധാരണ വ്യക്തിക്കും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കാലഘട്ടത്തിന്റെ ബിസിനസ് ആണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കാലഘട്ടത്തിന്റെ ബിസിനസ്സാണ്. നമ്മൾ ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് ടീം വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ, ട്രഡീഷണൽ ആയാലും നെറ്റ്വർക്ക് ആയാലും ഏത് ഡിജിറ്റൽ ആയാലും ഏതും സക്സസ് ആവണമെങ്കിൽ അതൊരു ടീം വർക്ക് ഉണ്ടാവണം. ഏതൊരു കട ഒരാൾ സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിച്ച് ആ കട ഒരാൾ തന്നെ നടത്തി കൊണ്ടുപോകണമെങ്കിൽ സക്സസ് ആവുന്നൊന്നുമില്ല. പക്ഷെ സക്സസിലേക്ക് വരണമെങ്കിൽ ഒരു ടീം വർക്ക് ഉണ്ടായിരിക്കണം. പക്ഷെ ഇവിടെ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ 100-ൽ 90 പേരും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്, ഒരു സൈഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും വരും. ചിലർ 10% ആളുകൾ എന്ത് ചെയ്യും, ഇതൊരു നെറ്റ്വർക്ക് മേഖലയിൽ എനിക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള മേഖലയിൽ വരും. അല്ലെങ്കിൽ ഈ 90% ആളുകളും എന്റെ കയ്യിലുള്ള ഒരു 10 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഇത്ര എമൗണ്ട് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയുമായിട്ട് വരുന്നവരുണ്ട്. അവർക്ക് എന്ത് ചെയ്യാ, നമ്മൾ ചെയ്യേണ്ടത് ഒരു അപ്പക്സ് ടോക്കൺ, ഒരു 70 അപ്പക്സ് ടോക്കൺ സ്റ്റേക്ക് ചെയ്യുക, 200 അല്ലെങ്കിൽ 250 പർച്ചേസ് ചെയ്തിട്ട് 100 ഏൺ ചെയ്ത് ഈ 140 സ്റ്റേക്ക് ചെയ്യുക, പല രീതിയിൽ സ്റ്റേക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സൈറ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കണം. നമുക്ക് എങ്ങനെ ഒരു സിസ്റ്റത്തെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മള് ഉദാഹരണത്തിന് നമുക്ക് സ്ക്രീൻ ഷെയറിങ്ങിലൂടെ നമുക്ക് അതിനെ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഞാനൊന്ന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സൈറ്റിലേക്ക് നമ്മൾ എങ്ങനെ എൻ്റർ ചെയ്യുന്നു, അതേപോലെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇതിനെ പ്ലാനിലേക്ക് പോകുന്നു, എങ്ങനെ ഒരു പുതിയ ആളെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തിന് ഈ ബിസിനസ് അവസരം കൊടുത്തിട്ട് ഈ ബിസിനസ്സിലൂടെ അദ്ദേഹത്തിന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും, അദ്ദേഹത്തിന് ട്രസ്റ്റ് വാലറ്റ് നിർബന്ധമാണോ, അല്ലെങ്കിൽ ഈ ട്രസ്റ്റ് വാലറ്റിലൂടെയാണോ ഇവർക്ക് ID ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നെല്ലാം നമുക്ക് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഏതായാലും സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ എന്റെ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്തു. ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതൊരാൾക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ട്രസ്റ്റ് വാലറ്റ് നിർബന്ധമാണ്. അത് തന്നെ നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറോ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് കൂടുതൽ, അതായത് ഇവിടെ അതായത് നമുക്ക് ട്രസ്റ്റ് വാലറ്റ് ഫേസ് 2 ചെയ്യാൻ നമുക്ക് ട്രസ്റ്റ് വാലറ്റ് നിർബന്ധമാണ്. അത് നമുക്ക് പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് ഡൗൺലോഡ് ചെയ്യാം. ട്രസ്റ്റ് വാലറ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിന് ഒരു ID ക്രിയേഷൻ ഉണ്ടായിരിക്കും. ഇതിനു മുമ്പേ നമുക്ക് ഒരു 3-4 നാൾ മുമ്പേ നമ്മുടെ ശ്രീരേഖ മാഡം വളരെ വ്യക്തമായിട്ട് എങ്ങനെ ID ക്രിയേറ്റ് ചെയ്യാമെന്ന എല്ലാം വ്യക്തമായിട്ട് നമ്മുടെ മീറ്റിംഗിൽ അവതരിപ്പിച്ചിരുന്നു. അതിന്റെ റെക്കോർഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് GRD അസോസിയേറ്റ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട്. ആർക്ക് വേണമെങ്കിൽ അതെടുത്ത് കാണാമായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ വന്നിട്ട് നമ്മളൊരു ID ക്രിയേറ്റ് ചെയ്തു. ID ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ട്രസ്റ്റ് വാലറ്റ് ഉണ്ടാക്കി അത് ID ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഡിസ്കവറിലേക്ക് വരും. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണുണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ ടോക്കന്റെ പ്രൈസ് ഒക്കെ വളരെ ലോ പ്രൈസാന്നൊക്കെ എന്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ ഓർമ്മിപ്പിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു 2 ആഴ്ചക്കുള്ളിൽ ഏകദേശം നമ്മുടെ കമ്മ്യൂണിറ്റി, ഇപ്പൊ പുതിയ പ്രൊജക്റ്റുമായിട്ടുള്ള കമ്മ്യൂണിറ്റിയുമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് അവര് എല്ലാം നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ടോക്കൺ പർച്ചേസ് ചെയ്ത് അതിലൂടെ ഡെവലപ്പായി. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 3 പ്രോജക്ട്, നമ്മുടെ ഹെൽത്ത് റിങ്ങിന്റെ പ്രോജക്ട് പറഞ്ഞിരുന്നു, അതേപോലെ നമ്മുടെ ബെറ്റിംഗ് ആപ്പ്, അത് ഓൺലൈൻ ലോട്ടറി എന്ന് പറയുന്ന ഈ 3 പ്രൊജക്ടിന്റെ കമ്മ്യൂണിറ്റി നമ്മുടെയുമായിട്ട് ടൈപ്പ് ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചക്ക് ശേഷം നമ്മുടെ ബിസിനസിന്റെ ഗ്രോത്ത് കൂടാൻ തുടങ്ങി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ അപ്പക്സ് ടോക്കന്റെ ബൈയിങ് കൂടാൻ തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ടോക്കന്റെ പ്രൈസ് ഉയർന്നു വരികയും ചെയ്യും, യൂട്ടിലിറ്റി കൂടാൻ തുടങ്ങി. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ടെന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഇവിടെ ബിറ്റ്കോയിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 77,295 USDT ആണ് ഇന്നത്തെ ലൈവ് പ്രൈസ്. നമ്മൾ മുമ്പേ ഒരു ഏകദേശം
ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ 1.5 മാസം മുമ്പ് നമ്മൾ കേട്ടത് 96,000 99,000 ഏകദേശം 1 lakh അബവ് USDT വിലയിൽ എത്തിയ കോയിനാണ് ബിറ്റ് കോയിൻ ആണ് ഇന്ന് 77,000 USDT നിൽക്കുന്നത്. ഇതേപോലെ തന്നെ എത്തേറിയം എന്ന് പറയുന്ന സെക്കൻഡ് വേവിൽ ഇരിക്കുന്ന എത്തേറിയം എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി ഇപ്പൊ 1494 നിങ്ങൾ കാണാൻ പറ്റും. 1094 ഞാൻ ആരോ മാർക്ക് വെക്കുന്ന ഭാഗത്ത് നോക്കി കാണാൻ പറ്റും. 1494.39 അല്ലെ എന്ന് ആ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. അപ്പൊ ഏകദേശം 3500 വരെ പോയിരുന്ന കോയിൻ ആണ് നമ്മുടെ എത്തേറിയം എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഈ 2-3 മാസക്കാലയളവില് ക്രിപ്റ്റോ കറൻസി മേഖല ഒന്ന് ഇടിഞ്ഞ് ഇരിക്കുകയാണ്. അതൊന്നുമല്ല, നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ആഗോള തലത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ നികുതിയുടെ നമ്മുടെ പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ചുമത്തിയിട്ടുള്ള ചുങ്കം അല്ലെ, ആ ഇതിന്റെ ഒരു നമ്മളെല്ലാം വാർത്ത കണ്ടിട്ടുണ്ടാവും. ആ രീതിയിലാണ് കുറച്ച് നമുക്ക് ബിറ്റ് കോയിന്റെ കാര്യത്തിലോ ക്രിപ്റ്റോ കറൻസിന്റെ കാര്യത്തിൽ ഇടിവ് വന്നിട്ടുള്ളത്. അത് ഏകദേശം ചിലപ്പം അത് അടുത്ത മാസം അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ആഫ്റ്റർ നെക്സ്റ്റ് മന്ത് 2 മാസത്തിന് ശേഷം റിക്കവർ ആയിട്ട് വരും. അപ്പൊ നമുക്ക് അതിലൊന്നും ടെൻഷൻ അടിക്കണ്ട. അപ്പൊ അതിന്റെ രീതിയിൽ തന്നെ നമ്മുടെ ചെറിയ ടോക്കൺ ആയിട്ടുള്ള അപെക്സ് ടോക്കണ് 30 സെന്റിൽ നിന്ന് 20, 10, 11, 12 സെന്റിലാണ് ഇപ്പൊ നിൽക്കുമ്പോൾ നമ്മള് ഭയങ്കരമായിട്ട് ആശങ്കയിലിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ യൂട്ടിലിറ്റിക്ക് വരുമ്പോൾ നമുക്ക് ഗ്രോത്തിലേക്ക് വരും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആദ്യരിക്കാം. ഓക്കെ, നമുക്കവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇങ്ങനെ ഒരു പ്രൈസിൽ, അതായത് നമ്മുടെ നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്തു. അതിന് നേരെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഹോം കാണും, സ്വൈപ്പ് കാണും, ഏണി കാണും. ഇവിടെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ശ്രീരേഖ മേഡം പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ശ്രീരേഖ മേഡം ചെയ്തിട്ടുള്ള ആ വീഡിയോ ഏകദേശം നമ്മുടെ 2 ദിവസം മുമ്പുള്ള വീഡിയോ ആണ്. അത് ഏകദേശം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ഇവിടെ ഡിസ്കവറിൽ വരാം. ഈ ഡിസ്കവറിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കിട്ടിയിട്ടുള്ളത്. ഹോം എന്ന് പറയുന്നത് ഇതാണ് ഹോം. പിന്നെ സ്വൈപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. സ്വൈപ്പ് നമുക്ക് ചെയ്യാനുള്ളത് കാരണം നമുക്ക് സെലക്ട് ചെയ്തിട്ട്, അതേപോലെ തന്നെ ഇവിടെ ഡിസ്കവറിൽ വന്നു കഴിഞ്ഞാൽ ഈ ഡിസ്കവറിയിൽ നിങ്ങൾ എന്ത് ചെയ്യാ, ഇവിടെ ഈ സെർച്ച് ബാറിൽ അപ്പക്സ് ടോക്കൺ ക്യാപിറ്റൽ എ പി 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 ഇ എക്സ് ടി ഒ കെ ഇ എൻ അപ്പക്സ് ടോക്കൺ ഡോട്ട് അപെക്സ് ടോക്കൺ ഫുൾ സ്റ്റോപ്പ് ഐ ഒ എന്ന് സെർച്ച് ചെയ്യാം. Capital A P E X T O K E N Apex token full stop I O. ഓക്കെ, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കിട്ടും. അതെ, അപെക്സ് ഫേസ് 2 സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോം ഈസ് ലോഞ്ച്ഡ് എന്ന് പറയും. ഇവിടെ ഗോ ടു ഫേസ് 2 എന്ന് കാണുന്നുണ്ട്. ഗോ ടു ഫേസ് 2 വീഡിയോ, ഗോ ടു ഫേസ് 2 ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് എന്റർ യുവർ BSC വാലറ്റ് അഡ്രസ് ആണ്, ഇതിന്റെ പാസ്വേഡ് ഇതാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ ലോഗിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതുവരെ നമ്മുടെ ഫേസ് 1 ID ഇതുവരെ ഫേസ് 2മായി കണക്ട് ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ കണക്ട് ചെയ്യേണ്ടതാണ്. കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റിസീവ് അഡ്രസ് ഉണ്ടാവും, ട്രസ്റ്റ് വാലറ്റ്. ആ റിസീവ് അഡ്രസ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ കോപ്പി ചെയ്യുക. എന്നതിന്റെ ശേഷം നിങ്ങളുടെ IDയുടെ ലോഗിൻ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വന്നു കഴിഞ്ഞാൽ ഇനി അഥവാ നിങ്ങൾക്ക് ഇവിടെ ഒരു 3 ഡോട്ട് കാണാൻ പറ്റും. ഈ 3 ഡോട്ടിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ കോർണറിൽ 3 ഡോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പം ആപ്പിൾ ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻസിൽ വരും. അപ്പം എത്തേറിയത്തിലായിരിക്കും ഉണ്ടാവുക. എത്തേറിയം എന്നുള്ളത് മാറ്റിയിട്ട് BNB-യിലേക്കോ എന്ന് മാറ്റണം. നമ്മുടെ BNB-യിലേക്ക് മാറ്റി ഇവിടെ സ്വിച്ച് EVM നെറ്റ്വർക്ക് എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ എത്തേറിയം ഉണ്ട്. എത്തേറിയത്തിലാണ് ടിക്ക് കിടക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക്
BNB മാറ്റാം. എത്തേറിയത്തിലാണെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ കണക്ട് ചെയ്യാനുള്ള അത് എത്തേറിയത്തിന്റെ അഡ്രസ് ആയിരിക്കും, പക്ഷെ റിസീവ് അഡ്രസ് ഒക്കെ എല്ലാം ഒന്നായിരിക്കും. എന്നാലും നമുക്ക് BNB നമുക്ക് മാറ്റാം. അതിനുശേഷം ക്ലിക്ക് ഹിയർ ഇഫ് യു ഹാവ് ആൻ അപ്പെക്സ് ID എന്നുള്ളടത്ത് ചെക്ക് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നതാ ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത്, ഇവിടെ കണക്ട് ചെയ്യാനിതാ. അപ്പൊ എന്റെ വാലറ്റ് അഡ്രസ് കണക്ട് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഇവിടെ കണക്ട് ചെയ്യുന്നത് BNBയുടെ ഒരു നെറ്റ്വർക്കാണ് കണക്ട് ചെയ്യാൻ വന്നത്. കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ BNBന്റെ ലോഗോ കാണുന്നുണ്ട്. ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ BNB തന്നെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ BNB കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ BNB കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്തു. കണക്ട് ചെയ്തപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ, ഇപ്പൊ BSC വാലറ്റ് അഡ്രസ് ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. ഇതാ നോക്ക്, BSC വാലറ്റ് അഡ്രസ്. അപ്പൊ ഇനി നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ അപ്പെക്സ് ID ആണ്, phase 1 ID. ഓക്കെ, phase 1 ID. phase 1 ID കൊടുക്കുന്നു. നമ്മുടെ പാസ്വേഡ്, നമ്മുടെ ഏത് പാസ്വേഡ് ആണോ അവിടെ കൊടുത്തിട്ടുള്ളത് ആ പാസ്വേഡ് ഒന്ന് ഇവിടെ എൻ്റർ ചെയ്യും. കണക്ട് അക്കൗണ്ട് കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ phase 2 അക്കൗണ്ടിലേക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. മുമ്പേ തന്നെ കണക്ട്, ഞാൻ ഫോണിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, ലാപ്പിൽ ഇതുവരെ ചെയ്തില്ലായിരുന്നു. ഇപ്പൊ ലാപ്പിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ കാണാൻ പറ്റും ടോട്ടൽ സ്റ്റേക്ക്ഡ് എമൗണ്ട് 840 ആണ് എൻ്റെത്. കാരണം 840, കാരണം ഞാൻ ടോട്ടൽ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് 840 സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, 600 ബേൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഒരു സിസ്റ്റത്തിൽ പോയി, കാരണം എനിക്ക് ഇവിടെ വിഡ്രോവൽ എടുത്തിട്ടുണ്ട്. അതേപോലെ എന്റെ ടീമിൽ വർക്ക് എടുക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ടീമില് ടുഡേ റൈറ്റ് ബിസിനസ് നിങ്ങൾ കാണുന്നുണ്ടാവും 1200 അപ്പെക്സ് കണ്ടോ. ടുഡേ റൈറ്റ് ബിസിനസ് 1200 അപ്പെക്സ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു ഇൻവെസ്റ്റർ ഇതിലേക്ക് ബിസിനസ്സിലേക്ക് വരുമ്പോൾ, ഏതൊരു ഇൻവെസ്റ്റർ ആണോ ഈ ബിസിനസ്സിലേക്ക് വരുന്നത് ആ ആൾക്ക് സ്റ്റേക്ക്ഡ് എമൗണ്ടിന്റെ പെർസെന്റേജിലാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാ, നമ്മുടെ സ്റ്റേക്കിംഗ് റിവാർഡ് ലഭിക്കാം. സ്റ്റേക്കിംഗ് റിവാർഡ് ലഭിക്കാം, കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ 840 ആണുള്ളത്. ഈ 840ന്റെ റിവാർഡ്സ് ആയിരിക്കും എനിക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുക. നമുക്ക് നോക്കാം ഇന്നലെ എത്ര വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇവിടെ ജസ്റ്റ് ഇതാ ഈ കറന്റ് ബാലൻസിൽ വ്യൂ ഓൾ എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എത്ര എമൗണ്ട് ആണോ വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതാ ഏകദേശം ഞാൻ 3 പ്ലാനിലാണ് ചെയ്തിട്ടുള്ളത്. 270ന്റെ പ്ലാൻ, 120ന്റെ പ്ലാനും പിന്നെ ഏകദേശം ഒരു 700ന്റെ പ്ലാനുമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ടോട്ടൽ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഏതാ ഇപ്പോ 9-ാം തീയതി, അതായത് ഇന്നലെ ഇന്ന്, അതായത് ഇന്ന് രാവിലെയാണ് 4:30 നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, ഇവിടെ മനസ്സിലാകുന്നുണ്ടായിരിക്കും തോന്നുന്നത്. സൂമിൽ ചെയ്താൽ കാണാൻ പറ്റും. ഇതാ 9-ാം തീയതി കാലത്ത് 4:30 AM നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട്. ക്ലിയർ ആണോ? 13.65 അപ്പെക്സ് ആണ് വന്നിട്ടുള്ളത്. എത്ര എന്നറിയാം, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ 700 ബാലൻസ് അല്ല 700 സ്റ്റേക്ക് ചെയ്തപ്പം കിട്ടിയിട്ടുള്ളതാണ്. 700 ഞാൻ സ്റ്റേക്ക് ചെയ്യാൻ ഞാൻ 1200 ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പൊ 1200ന്റെ പ്ലാന് ഞാൻ പർച്ചേസ് ചെയ്തപ്പോ എനിക്ക് 500 വേണായി, 700 സ്റ്റേക്കായി. അതിനു മുമ്പ് ഞാൻ 270, അതായത് 120ന്റെ 270 ഞാൻ ചെയ്തിരുന്നു. കൃത്യമായിട്ട് മനസ്സിലാക്കുക. 13 ടോക്കൺ 13.65 ടോക്കണാണ്. ഏകദേശം 13.65 ടോക്കൺ വരണമെങ്കിൽ നമുക്ക് 1.95% നമുക്കിവിടെ പ്രോഫിറ്റ് കിട്ടുന്നത്. 1.95% പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ട്. ഈ 1.95% എന്ന് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മൾ phase 1 കമ്പയർ ചെയ്യുമ്പോൾ phase 1 1% ആണെങ്കിൽ ഇവിടെ 1.95 ആണ്. ഏകദേശം 2% അടുത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് പ്രോഫിറ്റ് ലഭിക്കുന്നത്. ഇവിടെ 2% ആണെങ്കിൽ, 700ന് 2% ആണെങ്കിൽ 14 ടോക്കൺ ലഭ്യമാണ്. 14 ടോക്കൺ 700ന്റെ 1.95% ആയതുകൊണ്ടാണ് 13 ടോക്കണ് 65 കിട്ടിയത്. 13.65. ഇവിടെ 1.365 70 ടോക്കണ് അല്ലേ, 1.365 70 ടോക്കണ്. ഇത് ഇന്ന് കാലത്ത് നിങ്ങൾ വന്നിട്ടാ, ഇത് എല്ലാ ദിവസവും കിട്ടും. അതാണ് ഇതിന്റെ തിയറി. ഇതെല്ലാ ദിവസവും നമുക്ക് ലഭ്യമാകുമെന്നാണ് കമ്പനി പറയുന്നുള്ളത്. കാരണം അത് ലൈഫ് ലോങ് ആണെന്നാണ് മാണി സാർ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് വരെ വാക്ക് മാറിയിട്ടില്ല, ഇതുവരെ മാറ്റിയിട്ടില്ല. ഇവിടെ അങ്ങോട്ടുള്ളത് കമ്പനിയുടെ മാനേജ്മെന്റ് തീരുമാനമാണ്. ഇതുവരെയുള്ള അറിവാണ് ഞാൻ ഇങ്ങോട്ട് പകരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാരണം
ഡാഷ്ബോർഡിലേക്ക് വരാം. ഈ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് നമുക്ക് സ്റ്റേക്ക് ചെയ്ത എമൗണ്ടിന്റെ പെർസെൻറ്റേജ് വരാം. ഞാനൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ. പക്ഷേ ഞാനൊരു പ്രൊമോട്ടറായി മാറുമ്പോൾ ഒരു പ്രൊമോട്ടറും കൂടെ ആണെന്ന് വിചാരിക്കുക. ഞാനൊരു സുഹൃത്തിനെ ഞാൻ ഇതിലേക്ക് കൊണ്ടുവരുന്നു. ഞാൻ സുബൈർ സാറിനെ ഇതിലേക്ക് കൊണ്ടുവരാന്ന് വിചാരിക്കുക. സുബൈർ സാറ് ഈ ബിസിനസ്സിലേക്ക് ഒരു 120 ടോക്കൺ പർച്ചേസ് ചെയ്ത് അത് ആക്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ 50 കത്തിച്ചിട്ട് 50 ബേൺ ചെയ്തിട്ട് വരികയാണെന്ന് വിചാരിക്കുക. 50 ബേൺ ചെയ്ത് വരുമ്പോൾ അദ്ദേഹത്തിന്റെ 50 ബേൺ ചെയ്തതിന്റെ 10% 5 ടോക്കൺ എനിക്കുള്ളതാണ്. അതിന് കമ്പനി പറയുന്ന അഫിലിയേറ്റ് ഇൻകം എന്നാ പറയുന്നത്. അഫിലിയേറ്റ് ഇൻകം, ടോട്ടൽ അഫിലിയേറ്റ് ഇൻകം. കിട്ടില്ലേ? കണ്ടില്ലേ? കറക്റ്റ്. അപ്പൊ ഇവിടെ നമുക്ക് പ്ലാന് ഇതാ, ഇവിടെ ഡാഷ്ബോർഡിൽ നമ്മുടെ ഫേസ് 1ന്റെ സെയിം സിമിലാരിറ്റി സെയിം ആണ് ഫേസ് 1ന്റെ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പ്ലാൻ ഇവിടെ നോക്കുന്നു. 120, 240, 600, 1200, അതുപോലെ 240, 2400, 6000 ഇങ്ങനെ പോകുന്നുണ്ട്. അല്ല 12000, 24000 ഇതൊക്കെ ടോക്കൺ ആട്ടോ. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ടോക്കൺ ആണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ടോക്കൺ ബേസ്ഡിലാണ് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ടോക്കൺ വാങ്ങുമ്പോൾ 120 നിങ്ങൾ പർച്ചേസ് ചെയ്തു, 50 ബേൺ, 70 സ്റ്റേക്ക്, 250 പർച്ചേസ് 100 ബേൺ, 150 സ്റ്റേക്ക്, 600 പർച്ചേസ് ചെയ്യും 250 ബേണ്, 350 സ്റ്റേക്ക്. നിങ്ങൾ 1200 പർച്ചേസ് ചെയ്താൽ 500 ബേണ്, 700 സ്റ്റേക്ക്. ഈ 700 എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. ഇത് 6 മാസം ലോക്കിംഗ് പീരീഡ് ഉള്ളൂ. 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ എമൗണ്ട് എന്ത് ചെയ്യുക, ഈ ടോക്കണ് നിങ്ങൾക്ക് റിലീസ് ചെയ്യണമെങ്കിൽ റിലീസ് ചെയ്യാം, വിഡ്രോ ചെയ്യണമെങ്കിൽ വിഡ്രോ ചെയ്തിട്ട് പോവാം. വിഡ്രോ ചെയ്യുമ്പോൾ അന്നത്തെ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും. ഇതിവിടെ പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ഒരു പ്രൈസ്, നിശ്ചിത പ്രൈസ് ഒന്നും കണക്കുന്നില്ല. ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാർക്കറ്റിൽ എങ്ങനെയാണോ, മാർക്കറ്റ് റേഷ്യോ എങ്ങനെയാണോ അതിനായിരിക്കും പ്രൈസ്. ഇപ്പൊ ഇന്നത്തെ ലൈവ് മാർക്കറ്റ് 11 സെന്റ് ആണെങ്കിൽ ആ 11 സെന്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. നാളത്തെ മാർക്കറ്റ് പ്രൈസ് 9 സെന്റോ അല്ലെങ്കിൽ 10 സെന്റ് ആണെങ്കിൽ ആ മാർക്കറ്റ് റേഷ്യോ ആണ് നൽകുക. അതേപോലെ തന്നെ ഇനി മറ്റന്നാൾ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 20 സെന്റ് ആണോ അല്ലെങ്കിൽ $1 ആണോ 50 സെന്റ് ആണോ, എന്തായാലും ആ മാർക്ക് റേഷ്യോയില് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, USDT ആയിട്ട് XT.com, എൽബാങ്ക്, ബിറ്റ്മാർട്ട് പോലുള്ള എക്സ്ചേഞ്ചിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. മാറ്റിയിട്ട് എക്സ്ചേഞ്ചിൽ പോയിട്ട് മാർക്കറ്റ് പ്രൈസിലോ അല്ലെങ്കിൽ ലിമിറ്റഡ് ഓർഡർ ഇട്ടിട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെല് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് USDT ആക്കി മാറ്റും. ആ USDT നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് പേരുണ്ട് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ പർച്ചേസ് ചെയ്യാൻ USDT ആയി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ USDT അവൈലബിൾ ആവുന്ന സിസ്റ്റത്തിലേക്കാണ് കമ്പനി നമ്മുടെ ഫേസ് 2 എന്ന് പറയുന്ന പ്രൊജക്റ്റിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാം, നമ്മുടെ ഫേസ് 1 റിലേറ്റഡുമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അപെക്സ് എന്ന് പറയുന്ന എക്സ്ചേഞ്ചിന്. എക്സ്ചേഞ്ച് ലൈവായി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന അപെക്സ് ടോക്കൺ ഉണ്ടല്ലോ, ഇവിടെ കിട്ടുന്ന ടോക്കൺ നിങ്ങൾ വാങ്ങിയിട്ടുള്ള APX ടോക്കൺ, ആ ടോക്കൺ നിങ്ങൾക്ക് INR ആയിട്ട് P2P സംവിധാനത്തിലൂടെ സെല് ചെയ്യാം. ഇവിടെ കിട്ടുന്നതും ഫേസ് 1 കിട്ടുന്നതും നിങ്ങൾക്ക് INR ആയിട്ട് എന്ത് ചെയ്യുക, P2P സംവിധാനത്തിലൂടെ നിങ്ങൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റിത്തരാൻ കഴിയും. അതുവരെ കാരണം നമ്മുടെ എക്സ്ചേഞ്ച് വളരെ ലീഗലായിട്ട് വളരെ നല്ല രീതിയിൽ നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന, ഗവൺമെന്റ് ഒക്കെ അംഗീകരിക്കുന്ന ഒരു എക്സ്ചേഞ്ച് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ INR ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ അപ്പക്സിനെ മാറ്റാം. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള USDT ബിസിനസ്, ഫേസ് 1 വരുന്ന USDT ബിസിനസിനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, INR ആക്കി മാറ്റാൻ പറ്റും. ക്ലിയർ? ഇവിടെ മനസ്സിലാക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ പ്ലാനിലാണ് നിൽക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും 1 by 1 ആയിട്ട് നോക്കാം. ഇപ്പം BV ലോഗ് നോക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റൈറ്റിൽ എത്ര ബിസിനസ് ലെഫ്റ്റിൽ എത്ര ബിസിനസ് എന്നൊക്കെ രീതിയിൽ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. റൈറ്റ് ലെഫ്റ്റ് ആരൊക്കെ എങ്ങനെ പ്ലാൻ ചെയ്ത് എങ്ങനെ പ്ലാൻ ചെയ്ത്. ഇതാണ് 250 പ്ലാന്, 1000 പ്ലാന്, 1000 പ്ലാൻ ചെയ്തു, അല്ലെങ്കിൽ 50 പ്ലാൻ, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഡെപ്പോസിറ്റ് ലോഗ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തതാണ് കാണിക്കുന്നത്, കണ്ടില്ല? 50 ഞാൻ ചെയ്തിട്ടുള്ള ആ BSE സ്കാൻ വഴി ആ ചെയ്തിട്ടുള്ളതാണ് ഞാൻ. ഓക്കെ, അതേപോലെ ഇനി ഡെപ്പോസിറ്റ് നൗവിലേക്ക് പോവാം. അയ്യോ, QR കോഡ് വരുന്നില്ല, ഒരു മിനിറ്റ്. എന്താ ടെക്നിക്കല് സൈറ്റിന് എന്താ പ്രോബ്ലം നോക്കട്ടെ, ഒന്നും കൂടെ. ഇല്ല, അവിടെ QR കോഡ് കാണിക്കുന്നില്ല. എന്തോ ഒരു
ടെക്നിക്കലാണ്. ഓക്കെ, എൻ്റെ വർക്ക് എന്തെങ്കിലുമായിരിക്കും. ഓക്കെ, ഇവിടെ ഇവിടെ വരുമ്പോ ഇവിടെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ വരുമ്പോൾ ഡെപ്പോസിറ്റ് അമൗണ്ട് അവിടെ നമുക്കൊരു QR കോഡ് വരും. ആ QR കോഡിന്റെ താഴെ നമുക്ക് എന്താ ഒരു ഡെപ്പോസിറ്റ് അഡ്രസ് ഉണ്ടാവും. നമ്മളെ സാധാരണ നമ്മുടെ ഫേസ് 1 എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ആ അഡ്രസ് ഒന്ന് കോപ്പി ചെയ്യാം. ആ അഡ്രസ് ഒന്ന് കോപ്പി ചെയ്തിട്ട് നേരെ ആരുടെ ട്രസ്റ്റ് വാലറ്റിൽ ടോക്കൺ ഉള്ളത് ആ ടോക്കൺ ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക, അഡ്രസ് അയച്ചു കൊടുക്കാം. അപ്പൊ അവർ അയച്ചു കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, ആ അഡ്രസ്സിൽ നമുക്ക് ട്രസ്റ്റിന് നമുക്ക് സെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്താവും, നമ്മുടെ കറന്റ് ബാലൻസിൽ നമുക്ക് ആ 120 ടോക്കണോ 240 ടോക്കണോ ഇവിടെ വന്നിട്ട് ക്രെഡിറ്റ് ആവും. ഇവിടെ വന്ന് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്ലാനിലേക്ക് വരാം. പ്ലാനിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യുക, ഈ പ്ലാൻ സെലക്ട് ചെയ്യുക. നിങ്ങൾ 240 പ്ലാൻ ആണോ എടുക്കേണ്ടത്, 120 പ്ലാൻ ആണോ എടുക്കേണ്ടത്, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തതിന്റെ ശേഷം ഇവിടെ വന്ന് സെലക്ട് ചെയ്യുക. അപ്പൊ ഇതാ നമ്മുടെ ഫേസ് 1 സെയിം തന്നെയാണ് ഇവിടെ കാണുന്നത്. 50 കൺഫേം ബേൺ 50 ബേൺ ആവും. 120 വിൽ ബി ഡിഡക്റ്റഡ് 120 അപ്പക്സ്, അതായത് എമൗണ്ട് വിൽ ബി ഡിഡക്റ്റഡ് 120 അപ്പക്സ്. എന്റെ ആ കറന്റ് ബാലൻസ് എന്ത് ചെയ്യും, ആ അപ്പക്സ് കട്ടാവും. 120 കട്ടാവും, 70 എന്താവും, സ്റ്റേക്ക് ആവും. എത്ര വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ കൂട്ടി കൊണ്ടുപോകാം. നമുക്ക് ടോപ്പ് ചെയ്ത് കൊണ്ടുപോകാം. ഇപ്പൊ തൽക്കാലത്തിന് ഞാൻ 840 ചെയ്ത് വെച്ചിട്ടുണ്ട്, 600 ബേൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിനെ എടുത്ത് നമുക്ക് നോക്കാം. അതുപോലെ വിഡ്രോ ചെയ്യാം. വിഡ്രോ ആണല്ലോ നമ്മളെല്ലാവരെയും ഇഷ്യൂസ് അല്ലല്ലോ, നമുക്ക് മനസ്സിലാക്കേണ്ട വിഡ്രോ ആണ്. അപ്പൊ നമുക്കൊരു 10 ടോക്കണ് നമുക്കൊന്ന് വിഡ്രോ ചെയ്ത് നോക്കാം അല്ലെ. ഇവിടെ നോക്കാമല്ലോ നമുക്ക്. ഇപ്പൊ വിഡ്രോ നോ എടുക്കുന്നത് നമുക്കൊരു എമൗണ്ട് 11. ഇപ്പൊ ഞാൻ തൽക്കാലം 11 അടിക്കാം, കാരണം ഇതിന് പെർസെൻറ്റേജ് ഉണ്ട്. ഒരു 10% ഇതിന്റെ പെർസെൻറ്റേജ് ഉണ്ട്, കമ്മീഷൻ, അതായത് ഗ്യാസ് ഫീ ഉണ്ട്. നമുക്ക് നോക്കാം എത്ര വരുന്നുണ്ടെന്നുള്ളത്. ഇതാ ഇവിടെ കൊടുത്തിട്ട് കറക്റ്റ് നോക്കിയാൽ റിക്വസ്റ്റ് 11, ഗ്യാസ് ഫീ 1.1. എനിക്ക് ക്രെഡിറ്റ് ആവുക ഏകദേശം എത്ര ആവും, 9.9. അപ്പൊ ഞാനൊന്ന് മാറ്റി കൊടുക്കാണ് തീരുമാനിച്ചു, ഒന്ന് കൂട്ടി കൊടുക്കാം, 15 ആക്കാം. നമുക്കത് പഠിക്കാനല്ലോ, അല്ലെങ്കിൽ കുറച്ച് കൂട്ടിയെടുക്കല്ലേ, ഒരു 50 തന്നെ ആക്കാം. 50 വിഡ്രോ ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നു നോക്കാം. 50 യെസ് കൺഫേം. അപ്പോൾ 45 5% അതിന്റെ പിന്നെ ഗ്യാസ് ഫീ ആണ്. അപ്പോൾ 50 കൊടുത്തപ്പം 5 ടോക്കണ് ഗ്യാസ് ഫീ ആയിട്ട് പോയി. 45 ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് വിഡ്രോയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി സെൻഡ് OTP കൊടുക്കുന്നത്. ടോട്ടൽ ബാലൻസ് വിൽ ബി 839 ആണ്. അപ്പൊ ആകെ ബാലൻസ് ഉള്ളത് 889 ആണ്. കാണുന്നുണ്ടല്ലോ, കറന്റ് ബാലൻസ് 889. ഇവിടുന്ന് ഞാൻ 50 കൊടുക്കും, ബാക്കി 839 ടോക്കൺ എന്റെ കറന്റ് ബാലൻസിൽ അവൈലബിൾ ആണ്. ഞാനത് സെൻഡ് OTP കൊടുത്തു. OTPക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, OTP ഇവിടെ എത്തിയിട്ടുണ്ട്. 83873. സബ്മിറ്റ് വിഡ്രോവൽ. ഓക്കെ, വിഡ്രോ റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സെൻഡ്. പെൻഡിങ് ആണ്, കംപ്ലീറ്റഡ് അല്ല. എത്ര സമയം എടുക്കുന്നു നമുക്ക് നോക്കാം. അതുവരെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാലറ്റിലേക്ക് പോയി നോക്കാം. ഓക്കെ, ഇവിടെ പെൻഡിങ് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്ക് വിഡ്രോ നൗ വരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാം, നമ്മുടെ ഫേസ് 1 നമ്മുടെ ട്രീ എങ്ങനെയായിരുന്നു അതേ ട്രീ ആയിരിക്കും ഇവിടെ നമുക്ക് അവൈലബിൾ ആയി വരാം. പക്ഷെ നമ്മുടെ ടീം അംഗങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ ടീം അംഗങ്ങൾ എല്ലാവരും ഫേസ് 1 ഫേസ് 2 കണക്ട് ആയി വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഓരോരോ വാലറ്റ് കണക്ട് ആവുന്നതിനനുസരിച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, ഇങ്ങനെ ഒരു അഡ്രസ്സിലേക്ക് വരും, നമ്മുടെ റിസീവ് അഡ്രസ്സിലേക്ക് വരും. കണക്ട് ആവാത്ത ഐഡികൾ അത് ആ പ്ലാനിൽ പേരിൽ മാത്രം നിലകൊള്ളും. ഓക്കെ, അപ്പൊ അതും കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ ഇന്റേണൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെയിം ഫേസ് 1 എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ വാലറ്റിലുള്ള എമൗണ്ട് ഏത് ഐഡിയിലോട്ട് വേണമെങ്കിലും നിങ്ങളുടെ ട്രസ്റ്റ്
ട്രസ്റ്റ് വാലറ്റിലെ ഏത് ഐ ഡിയിലോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോറി, നിങ്ങളുടെ ഐ ഡിയിലുള്ള നിങ്ങളുടെ ടീമിലുള്ള ഏത് ഐ ഡി നമ്പർ ഉപയോഗിച്ച് യൂസർ നെയിം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ യൂസർ ഐ ഡി കൊടുക്കുന്നു, അതേപോലെ അമൗണ്ട് കൊടുക്കുന്നു, സെൻഡ് OTP കൊടുക്കുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. സിമ്പിൾ. അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഇവിടെ കാണാൻ പറ്റും ബൈനറി സമ്മറി, അതേപോലെ റിപ്പോർട്ട് ലോഗ്സ്, അതേപോലെ ട്രാൻസാക്ഷൻ, എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ എല്ലാം വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. അതിൽ സ്റ്റേക്കിംഗ് റിവാർഡ്സ്, അതേപോലെ അഫിലിയേറ്റ് ഇൻകം, ഓരോന്നും വളരെ കൃത്യതയോടുകൂടി തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ കൃത്യതയോട് തന്നെ നിങ്ങൾക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ പ്രൊഫൈല്, നമ്മുടെ പ്രൊഫൈൽ നെയിം, ഇവിടെ KYC ഒന്നും നിങ്ങൾ കൊടുക്കണ്ട കേട്ടോ. KYCന്റെ ആവശ്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. എല്ലാവരും ചിലപ്പോൾ KYC കാണുമ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പൊ KYCന്റെ ആവശ്യങ്ങളൊന്നും അവിടെ ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അതേപോലെ അവിടെ നമുക്ക് വിഡ്രോവലിൽ ഒന്ന് നോക്കാം. വിഡ്രോ ലോഗ് കംപ്ലീറ്റ് ആയിക്കണം നോക്കാം. റിപ്പോർട്ട് ലോഗ് പെൻഡിങ് ആണ് കേട്ടോ, ആയില്ല. ചില സമയത്ത് 5-10 മിനിറ്റ് ഒക്കെ എടുക്കാറുണ്ട്. നോക്കാം. നമുക്ക് നമ്മുടെ മീറ്റിംഗ് കഴിയുമ്പോഴേക്ക് വരികയാണെങ്കിൽ കംപ്ലീറ്റഡ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ നേരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെ വരും അറിയത്. കറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ID ക്ലോസ് ചെയ്യുക. ശരിക്കും വന്നത് അതിവിടെ ക്ലോസ് ചെയ്യുന്നത് നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് ആണ് കാണുന്നത്. ഡിസ്കവറി ഇവിടെ ഹോം ടച്ച് ചെയ്താൽ ഹോമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ഈ വാലറ്റിൽ ഇവിടെ നേരിട്ട് ഇങ്ങോട്ട് വരും. ഓക്കെ, അതാണ് ഇതിന്റെ സിസ്റ്റം. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, അത് ക്രെഡിറ്റ് ആവും. ഓക്കെ, അപ്പൊ നമ്മളവിടെ വിഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 5-10 മിനിറ്റ് എടുക്കാറുണ്ട്. ചില സമയങ്ങളിൽ വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റന്റ്ലി ക്രെഡിറ്റ് ആവാറുണ്ട്. അതിൽ ക്രെഡിറ്റ് ആയ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ചില സമയങ്ങളിൽ 5-10 മിനിറ്റ് എടുക്കാറുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ phase 2 സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തായാലും നമ്മൾ എത്രത്തോളം ബിസിനസ്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻകം നമുക്ക് ജനറേറ്റ് ആയി വരും. ഇവിടെ ഈ ഇൻകങ്ങൾ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഡെയിലി ഒരു 13 ടോക്കൺ 14 ടോക്കൺ എനിക്ക് അവൈലബിൾ ആയി കിട്ടുന്നുണ്ട്. പക്ഷെ അത് കൂടാതെ എനിക്ക് വരുന്നത് എന്റെ ടീമിൽ നടക്കുന്ന ബിസിനസിൻ്റെതാണ്. ഇപ്പൊ നോക്കണം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ ഏകദേശം ഇന്നത്തെ നമുക്ക് ഏതെങ്കിലും ടീം വരുമാനം നമുക്ക് കിട്ടിക്കണോ നോക്കാം. 9-ാം തീയതി 40 ടോക്കൺ ആണ് വന്നത്. നോക്കിയാൽ നിങ്ങള് 40 ടോക്കൺ. ഒരു 400 BV മാച്ച് ആയപ്പോൾ എനിക്ക് ഇന്നലെ വന്നിട്ടുള്ള 40 ടോക്കണാണ്. 400 BV മാച്ചായി 40 ടോക്കൺ കിട്ടി. ഇനി ഇതേപോലെ തന്നെ ഇന്നലെ 400 അല്ല മാച്ച് ആയത്, ഇന്നിപ്പോ എത്ര നോക്കാം മാച്ച് ആവാനുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ലെഫ്റ്റില് ഏകദേശം 7350 ഉണ്ട്. ഇന്ന് ഇവിടെ 1200 മാച്ചാവും. 1200 മാച്ചാകുമ്പോൾ എത്ര കിട്ടും? 120 ടോക്കൺ നാളത്തേക്ക് വരും അല്ലേ? അതിന്റെ 10% എന്ന് പറയുന്നത് 120 ടോക്കൺ നമ്മളിലേക്ക് വരും. ഇത് ഇപ്പോഴത്തെ പ്രൈസ് 10 സെന്റോ 11 സെന്റോ 12 സെന്റോ ആണെന്ന് വിചാരിക്കാം. അത് ഇപ്പൊ നമ്മുടെ യൂട്ടിലിറ്റി ഒക്കെ കൂടി 50 സെന്റിലേക്കും 100 സെന്റിലേക്കും $1 വരുന്ന ഒരു കാലഘട്ടം വരും. തീർച്ചയാണ്. കാരണം ഏതൊരു ബിസിനസ്സിനും ഇപ്പോഴും പറയുന്ന ഒരു നെഗറ്റീവ് ഒന്നല്ല, ചിലപ്പോൾ നാളെ കാണുന്ന പോസിറ്റീവ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഇന്ന് അല്ലെങ്കിൽ 20 വർഷം മുമ്പ് അല്ലെങ്കിൽ 15 വർഷം മുമ്പ് അല്ലെങ്കിൽ 10 വർഷം അല്ലെങ്കിൽ 5 വർഷം മുമ്പ് തുടങ്ങിയ ബിസിനസ് ഒരുപാട് ബിസിനസ്സുകളിൽ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അന്ന് ചിലപ്പം അന്ന് വളരെ നെഗറ്റീവ് കേട്ട ബിസിനസ്സുകൾ ഇന്ന് വളരെ മേഖലയിൽ ഉയർന്നു നിൽക്കുന്ന ബിസിനസ്സുകളുണ്ട്. നെഗറ്റീവ് കേട്ടിട്ട് ഫ്ലോപ്പായി പോയതുകൊണ്ട് നെഗറ്റീവ് കേട്ട് തരണം ചെയ്ത് മുന്നോട്ട് വന്ന് പൊരുതി പോരാടി ആ ബിസിനസ് തീർച്ചയായിട്ടും ആ ലെവലിലേക്ക് എത്തി. ഇപ്പോ വളരെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ബിസിനസ്സുകൾ നമ്മൾ മാർക്കറ്റിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ കൊറോണന്റെ ശേഷമൊക്കെ കൊറോണന്റെ മുമ്പുള്ള നല്ല തകർത്ത് ബിസിനസ് ചെയ്തിട്ടുള്ള ബിസിനസ് സംരംഭങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞു പോവുകയും കൊറോണന്റെ ശേഷം ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഉടലെടുത്തിട്ടുള്ള ബിസിനസ്സുകൾ വളരെ വ്യാപകമായിട്ട് ബിസിനസ് ചെയ്യുന്നതും വളരെ ഏൺ ചെയ്യുന്നതും സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും. ബിസിനസ് എന്ന് പറയുന്നത് ഒരു ജാലാണ് അല്ലെ? പ്രത്യേക കാരണം എഫേർട്ടും ഉണ്ടല്ലോ. പ്രത്യേകിച്ച് കാരണം അത്രയും അധ്വാനിക്കേണ്ടി വരും. അധ്വാനിച്ചു കഴിഞ്ഞാലും ചിലത് നമുക്ക് സക്സസ് ആക്കാൻ കഴിയില്ല, ചിലത് വളരെ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ ചിലപ്പോൾ നല്ല ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് ചിലപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഒരു ഓൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, വല്ല ഷോപ്പോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യും.
കാലങ്ങളോളായാലും ചിലപ്പോൾ അയാൾക്ക് എന്തില്ല കരകയറാൻ കഴിയില്ല. അയാളുടെ അധ്വാനം ഉണ്ട്, അയാളുടെ സാമ്പത്തികത ഉണ്ട്. പക്ഷെ അയാളെ സ്ട്രെസ് എന്ന് പറയുന്നത് വാടക കൊടുക്കല്, പിന്നെ കമ്പനിയുടെ നടത്തിപ്പ്, അതായത് ശമ്പളം കൊടുക്കല്, കറണ്ട് ബില്ല്, അതേപോലെ പർച്ചേസിങ്, ഇതെല്ലാം നോക്കുമ്പം ചുരുങ്ങിയത് ചെറിയൊരു എമൗണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സാലറി പോലും കിട്ടാതെ റൺ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരുപാട് സ്ഥാപനങ്ങളും മുതലാളിമാരുണ്ടാവും. അപ്പൊ അവരെ ഇതൊന്നും നമുക്ക് അറിയില്ല. അത് നമ്മളൊരു ബിസിനസ്സിലേക്ക് എത്തിപ്പെടുമ്പോഴേ ആ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. ആ ബിസിനസിന്റെ രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ബിസിനസ് എങ്ങനെ വിജയിപ്പിച്ചെടുക്കാൻ അത്യാവശ്യം നല്ല കാരണം അധ്വാനം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. എന്നാലും ചിലത് കരകയറാൻ കഴിയാത്ത നിർഭാഗ്യവന്മാരായിട്ടുള്ള ആളുകളുണ്ട്. ചിലരുണ്ടാവും തീരെ ശ്രദ്ധിക്കാതെ ഫ്ലോപ്പായി പോകുന്നവരുണ്ടാവും, പറയാൻ പറ്റില്ല. പക്ഷെ എഫേർട്ട് നിർബന്ധമാണ്. സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു എഫേർട്ട് നിർബന്ധമാണ്. പക്ഷെ ഇവിടെ ടെക്നിക്കലി നമ്മുടെ ടെക്നോളജി യുഗത്തിൽ ഇപ്പൊ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് നമുക്കൊക്കെ സക്സസ് ആവാൻ പറ്റുന്ന ഒരു മേഖലയിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു ആ ഒരു അടിസ്ഥാന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയെ പ്ലാറ്റ്ഫോമിനെ നയിക്കാൻ നമ്മുടെ ഒരു MD സാർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു CEO, അല്ലെങ്കിൽ ഇതിനൊരു കരുത്തരായ ഒരു ടീം നമ്മുടെ മുമ്പിൽ, ഒരു മാനേജ്മെന്റ് ടീം ഉണ്ട്. അവര് നല്ലൊരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഒരു വിഷൻ ഉണ്ട്, ഈ ടോക്കണ് ലോകത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്പർ 1 ആക്കണം, ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കണം എന്നുള്ളൊരു വിഷനോട് കൂടി അദ്ദേഹം പോകുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മൾ കട്ടക്ക് നിൽക്കുന്ന ലീഡേഴ്സ് ഉണ്ട്, അല്ലെ? നമ്മളെ പോലത്തെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വന്നിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കൊരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യണം, നമുക്ക് നമ്മുടേതായുള്ള സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്ന ഒരു കൂട്ടം ആളുകൾ, സാധാരണക്കാരനായ നമ്മളെ പോലെയുള്ള ആളുകളുണ്ട്. അപ്പൊ നമുക്ക് വിജയിക്കണം, അപ്പൊ നമുക്ക് നല്ലൊരു മേഖല വേണം. ആ മേഖല ചിലപ്പോ ഞാനിങ്ങനെ വായിട്ട് അടിക്കുന്ന ഒരു കഴിവൊന്നും ചിലർക്ക് ഉണ്ടാവില്ല. ചിലര് എന്നെ സംബന്ധിച്ച് എന്നെക്കാളും സെയിൽസ് ക്ലോസ് ചെയ്യാൻ ഭയങ്കര കഴിവുള്ള ആളുകൾ ഉണ്ടായിരിക്കും. കാരണം 1 to 1 ഇരുന്നിട്ട് അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുത്ത് അവരെ ഈ ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ ഈ ബിസിനസ് എൻട്രി ചെയ്തിട്ട്, അല്ലെങ്കിൽ അവരുടെ ഈ പ്ലാനുകൾ കൺവിൻസ് ചെയ്ത് കൊടുത്തിട്ട് ബിസിനസ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല സെയിൽസ്മാർ ഇതിലുണ്ടായിരിക്കാം. ഈ 165 പേരിലേക്ക് ചിലപ്പോ എന്നെക്കാളും കൂടുതൽ ഇതിനെ കാരണം നമ്മളിലേക്ക് പറഞ്ഞു തരാൻ കഴിവുള്ള ലീഡേഴ്സ് ഇതിലുണ്ടായിരിക്കാം, എന്നെക്കാളും കൂടുതലായിട്ട്. അപ്പൊ പലരും പല മേഖലകളിൽ തിളങ്ങുന്നവരുണ്ടാവും. പക്ഷെ നമ്മളെല്ലാവരും ഇതിലേക്ക് ഇടിച്ചു കയറി ഇതിനെ പെർഫോമൻസ് കാണിക്കുമ്പോഴേ നമുക്ക് ഇപ്പൊ എനിക്കൊരു ടീം സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് വന്ന് ഞാൻ കൃത്യതയോടുകൂടി എൻ്റെ ടീം അംഗങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഈ ബിസിനസ് എങ്ങനെ, ഇതിന്റെ സിസ്റ്റം മാനേജ്മെന്റ് എങ്ങനെ എന്ന് കൃത്യതയോടുകൂടി പറഞ്ഞു കൊടുക്കണം. ഇനി അടുത്തൊരു ഘട്ടം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ. കാരണം നമ്മളൊരു പുതിയ സുഹൃത്തിനെ പരിചയപ്പെട്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരൻ, അല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് ചെയ്യുമ്പോൾ ഒരു ബസ്സിൽ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെട്ട് അദ്ദേഹത്തിനോട് ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ ട്രേഡിംഗ് ആണ്, ഏത് പ്ലാറ്റ്ഫോമാണ്, എങ്ങനെയാണ്, എന്താ അതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ പറയും. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഞാൻ ചെയ്യുന്ന തൊഴിൽ എന്താണെന്ന്, ഒരു ട്രേഡിംഗ് ആണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഏതൊരു കേൾക്കുന്ന ഒരാൾക്കും ഒരു ജിജ്ഞാസ ഉണ്ടായി. കാരണം യൂട്യൂബിലും ഗൂഗിളിലൊക്കെ ഒരുവിധം നമുക്ക് എന്താ മനസ്സിലാക്കുക, ഒരുവിധം പത്രമാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ തിളങ്ങി നിൽക്കുന്ന ഒരു വാക്കാണ് ട്രേഡിംഗ്, അല്ലെങ്കിൽ ട്രേഡിംഗ്, ക്രിപ്റ്റോ കറൻസി. ഇതൊക്കെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ അത് പറ്റിക്കൽസിലുണ്ട്, പറയാൻ പറ്റില്ല നമുക്ക്. പറ്റിക്കുന്ന ഫ്രോഡ് തരം കാണിക്കുന്ന ഒരുപാട് മേഖലകളും ഈ മേഖലയിലുണ്ട്. ഈ മേഖലയിൽ അങ്ങനത്തെ ഒരുപാട് കൂട്ടം കമ്പനികളും അതേപോലെ തന്നെ ഉണ്ട്. പക്ഷേ ഇതിലെല്ലാം മനസ്സിലാക്കേണ്ടത്, ഏതൊരാൾക്കും ട്രേഡിംഗ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ ഇത് കേൾക്കേണ്ടവർക്ക് ഒരു പരിചയപ്പെട്ട ഒരു വ്യക്തിയോട് പറയാം, ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ ഒരു ക്രിപ്റ്റോ കറൻസിയിലെ ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ അദ്ദേഹം ചോദിക്കും, അല്ല നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ എങ്ങനെയാണ് അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ചോദിക്കും. സ്വാഭാവികമായിട്ട് നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനോട് കൊടുക്കാം, ഇങ്ങനെ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്, ട്രസ്റ്റ് വാലറ്റ് ആണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഇവിടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കൊരു എൻട്രി കൊടുക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ അയാൾക്ക് ID ക്രിയേറ്റ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. അയാൾക്കൊരു ID ക്രിയേറ്റ് ചെയ്യണം. ഇത് നെറ്റ്വർക്ക് ബിസിനസ് ആണ്, അയാൾക്ക് ഇതിലേക്ക് എൻട്രി ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് നമ്മളൊരു ID ക്രിയേറ്റ് ചെയ്യണം. ID ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, റെഫറൽസ്.
ഫേസ് 1 നിങ്ങൾ എങ്ങനെ ചെയ്തോ അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെ. റെഫറൻസ് ഉണ്ട്, പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഈ റെഫറൻസിൽ നിങ്ങൾ ഒരു കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ എവിടെയാണോ നിങ്ങളൊരു കോപ്പി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് ലിങ്ക് കോപ്പി ചെയ്തു. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങളൊരു വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു സുഹൃത്തിന്റെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങളിവിടെ എൻ്റെ ഒരു സുഹൃത്തിന്റെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഇവിടെ ഞാൻ ആ കോപ്പി പേസ്റ്റ് ചെയ്തു സെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഞാനിങ്ങനെ കോപ്പി ചെയ്യും. പക്ഷെ നമ്മളൊരു സുഹൃത്തിന് പേസ്റ്റ് ചെയ്തെന്ന് ഇവിടെ ഹലോ, ഇവിടെ നമ്മളൊരു കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ആ കോപ്പി ചെയ്ത് എനിക്കൊരു ഇതിന്റെ ഒരു പിന്നെ എന്താ പറയാ നമുക്കൊരു സുഹൃത്ത് അയച്ചുന്ന കോപ്പി ഇവിടെ കിട്ടി. സ്വാഭാവികമായിട്ട് എനിക്ക് കിട്ടി. ഇവിടെ ഒരു സുഹൃത്ത് എനിക്കൊരു ലിങ്കിന്റെ കോപ്പി അയച്ചു. പക്ഷെ ആ കോപ്പി ഞാൻ എന്ത് ചെയ്യണം എന്നറിയും. ഞാനിവിടെ എൻ്റെ ലോഗൗട്ട് ചെയ്യാണ്. എൻ്റെ ID ഇവിടെ ഞാൻ ലോഗൗട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഇപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ഞാനിപ്പോൾ കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പൊ കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പൊ എനിക്കൊരു സുഹൃത്ത് അവരുടെ ലിങ്ക് അയച്ചു തന്നു. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കോപ്പി ചെയ്തു. സ്ക്രീനിൽ വരയ്ക്കലിട്ടോ, വരക്കണ ആരാണെന്ന് വെച്ചാൽ ഞാൻ അയാൾ റിമൂവ് ചെയ്യും. താല്പര്യം ഉണ്ടെങ്കിൽ ഇരിക്കുക, ഇല്ലെങ്കിൽ ലെഫ്റ്റ് ആയി പോവാ, അത്രേ ഉള്ളൂ. സ്ക്രീനിൽ വരയ്ക്കരുത് പ്ലീസ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്ന കോപ്പി ചെയ്യുന്നുണ്ട്. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ട്രസ്റ്റ് വാലറ്റിലേക്ക് വരും. ട്രസ്റ്റ് വാലറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ ഇപ്പൊ ഇതിന്റെ ഒരു അഡ്രസ്സാണ് ഇതാ. ഇവിടെ നജാഫ് എന്ന് പറയുന്ന ഒരു അഡ്രസ് ഉണ്ട്. അതേപോലെ തന്നെ വേറൊരു വാലറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഞാനൊരു വാലറ്റ് ഇവിടെ നജാഫ് 3 എന്ന് പറയുന്ന വാലറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യാം. ഇതാ, ഈ വാലറ്റ് ഞാൻ ഓപ്പൺ ചെയ്തു. ഇതിൽ ഞാൻ ഒന്നുമില്ല, ഇത് ബ്ലാങ്ക് ആണ്, സ്വാഭാവികമായിട്ട് ബ്ലാങ്ക് ആണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ ഒരു അഡ്രസ് എടുക്കുന്ന പറയുമ്പോൾ നമുക്കിവിടെ നോക്കാം. ഞാൻ അപ്പക്സ് ഓപ്പൺ ചെയ്തു. ഇതിലൊരു റിസീവ് അഡ്രസ് ഉണ്ടായിരിക്കും, നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. റിസീവ് അഡ്രസ് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ? ഈ അഡ്രസ് ഇവിടെ കാണുന്നുണ്ട്. ഫോർ ലാസ്റ്റ് നോക്കാം 10096A. ഓക്കെ, ഇവിടെ ഞാൻ കോപ്പി ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഞാൻ അതിൽ കാണിച്ചെന്ന് മാത്രം. എന്നതിന് ശേഷം ഞാൻ ഇവിടെ ഡിസ്കവറിയിൽ ഈ ഐഡിയുടെ ഡിസ്കവറിയിൽ പോകാണ്. ഒരു പുതിയ ID ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് കാണിക്കുന്നത് കേട്ടോ. ഡിസ്കവറി പോകുന്നു. ഞാൻ അവിടെ കോപ്പി ചെയ്ത അഡ്രസ് അല്ലെങ്കിൽ ഏത് ലിങ്ക് ആണോ ഞാൻ കോപ്പി ചെയ്തത് ആ ലിങ്ക് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാൻ പോകും. ലിങ്ക് ഇവിടെ കോപ്പി ചെയ്ത ലിങ്ക് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് ഞാൻ എൻ്റർ കൊടുത്തു. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു ഫോം ഓപ്പൺ ആയിട്ട് വരുന്നു. ഫോം ഓപ്പൺ ആയി വരുന്നതിന് മുമ്പേ ഇവിടെ നമ്മുടെ ഒരു കണക്ട് ചോദിക്കുന്നുണ്ട്, അതായത് നമ്മുടെ നെറ്റ്വർക്ക് കണക്ട്. ഇവിടെ എത്തിയറിയാണ് ചോദിക്കുന്നത്. അതിനെ ഞാൻ BMBയിലേക്ക് ഒന്ന് മാറ്റണം. BMBയിലേക്ക് മാറ്റി കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാൻ പറ്റും, കൃത്യതയോടെ കാണാൻ പറ്റും. എന്റെ പൊസിഷന് ഞാൻ കൊടുത്തിട്ടുള്ള റഫറൽ BSC വാലറ്റ് ആണ്. എന്റെ റഫറൽ BSC വാലറ്റ് കണ്ടോ നിങ്ങൾ? റഫറൽ BSC വാലറ്റ് 0x96E15 എക്സെട്ര അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ഇതൊരു BSC വാലറ്റ് അഡ്രസ്സാണ്. ഇനി പൊസിഷൻ ഞാൻ ലെഫ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് പൊസിഷനാണ് ഞാൻ കൊടുത്തത്. ഇവിടെ ലെഫ്റ്റ് പൊസിഷനിൽ ഞാൻ പുതിയ ID ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ആ പുതിയ ഐഡിയുടെ മേലെ ഏത് ID ആണോ ഉള്ളത് ആ IDയുടെ വാലറ്റ് അഡ്രസ് ആണ് ഈ കാണുന്നത്. യു ആർ ജോയിനിങ് അണ്ടർ 0x08A7CE9EE എന്ന് പറയുന്ന എക്സെട്ര പറയുന്ന ഒരു വാലറ്റ് അഡ്രസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നെക്സ്റ്റ് യുവർ BSC വാലറ്റ് അഡ്രസ്, അതായത് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന എന്റെ പുതിയ ഐഡിയുടെ
BSC വാലറ്റ്. ഞാൻ ആദ്യം നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തന്നു. റിസീവ് അഡ്രസ്സിന്റെ അവിടെ ഒരു QR കോഡ് എടുത്തിട്ട് തന്നു. ആ വായിക്കാം 100968. ഓർമ്മയുണ്ടോ? അപെക്സിന്റെ QR കോഡ് എടുത്തപ്പോൾ ഞാൻ വായിച്ചു തന്നതാണ് 100696A. ലാസ്റ്റ് നമ്പർ മാത്രമേ ഞാൻ ഇവിടെ പറയുന്നത്. മുമ്പിലേക്ക് നമുക്ക് നോക്കണം 0XBB. കാരണം ഇത് മറ്റ് രണ്ടെണ്ണത്തിനോടും ഒരു സാമ്യവും ഇല്ലാത്ത മൂന്നാമത്തെ ഒരു അഡ്രസ്സാണ്. അത് എന്റെ റിസീവ് അഡ്രസ്, പുതിയ ID-യുടെ റിസീവ് അഡ്രസ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താ? ഇവിടെ ഞാൻ കണക്ട് ചെയ്തത് കൊണ്ടാണ് റിസീവ് അഡ്രസ് കന്ന്. മനസ്സിലായില്ലേ? നമ്മൾ ആദ്യം മുമ്പ് ഞാൻ പറഞ്ഞു എത്തേറിയം വരും. എത്തേറിയം നമ്മൾ BNB ആക്കി മാറ്റിയിട്ട് നമ്മൾ കണക്ട് ചെയ്തു. നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്തു. ഇനി ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, മെയിൽ ID, ഫോൺ നമ്പർ, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. സിമ്പിൾ ആയിട്ട് ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ്. നമ്മൾ ആദ്യം നമ്മൾ എന്താ ചെയ്തിരുന്നത്? ഫേസ് വണ്ണില് നമുക്കൊരു ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, നേരെ എൻ്റർ ആവും. ഇങ്ങനെ ഒരു ഫോം വരും. ആ ഫോമിൽ നമ്മളെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്ത് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായി. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരാൾ ലിങ്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ആ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യുക. ട്രസ്റ്റ് വാലറ്റില് ഏത് ID-യിലാണോ നിങ്ങൾ, ട്രസ്റ്റ് വാലറ്റിൽ ഒരുപാട് വാലറ്റുകൾ ഉണ്ടാക്കി, അപ്പൊ കാണിച്ചല്ലോ. ഏത് വാലറ്റ് ആണോ നിങ്ങൾ ID-യുമായി, ഏതൊരു വാലറ്റിലാണോ നിങ്ങൾ ID ക്രിയേറ്റ് ചെയ്യേണ്ടത്, ആ വാലറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഡിസ്കവറിയിൽ പോയിട്ട് എന്ത് ചെയ്യുക? പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോം വരും. ഫോം വന്നു കഴിഞ്ഞാൽ ഒരു കണക്റ്റിന്റെ വരും. അത് BNB, പിന്നെ നമ്മുടെ എത്തേറിയം എന്നുള്ളത് ചേഞ്ച് ചെയ്തിട്ട് BNB ആക്കാം. ഈ സിമ്പിൾ സിസ്റ്റത്തിലേക്ക് പുതിയ ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് സിസ്റ്റം. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. എങ്ങനെ സെലക്ട് ചെയ്യുക? നിങ്ങൾക്ക് ഏത് ID-യിലാണോ, ഏത് ലിങ്കിലാണോ പുതിയ ആളെ കൊണ്ടുവരേണ്ടത്, നിങ്ങൾ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ, നിങ്ങൾ എങ്ങനെ ടീം ഡെവലപ്പ് ചെയ്യണോ എന്നുള്ളതൊക്കെ അവനവന്റെ തീരുമാനമാണ്. എൻ്റെ, നിങ്ങളുടെയും ആരുടെ തീരുമാനമാണ് നമുക്ക് ഏത് ID-യിലൂടെ നമുക്ക് ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. കറക്റ്റ്? അപ്പോ നമുക്ക് ഏറ്റവും കിട്ടിയ നല്ലൊരു അവസരമാണ്. നാളെ മുതൽ നമുക്ക് എല്ലാവർക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാളെ മുതൽ നമ്മുടെ ഏതായാലും നിങ്ങൾ ഇപ്പം മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ഫേസ് 2-നെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ എന്ത് ചെയ്യുക? ഏറ്റെടുക്കുക. നല്ലൊരു പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റാണ് ഫേസ് 2. ഫേസ് 2-ലൂടെ തന്നെ നമുക്ക് ഇപ്പം ഏകദേശം നല്ലൊരു വരുമാനം ഏൺ ചെയ്യാൻ കഴിയും. നമ്മുടെ ടോക്കന്റെ യൂട്ടിലിറ്റി ഒക്കെ കൂടി വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നമുക്ക് കമ്പനി തന്നെ ആദ്യം പറഞ്ഞിട്ടുള്ള നമ്മുടെ ടോക്കൺ ഉപയോഗിച്ചിട്ട് പർച്ചേസിങ്ങിന്റെ, കാരണം ഫസ്റ്റ് ടൈമുള്ള ഒരു പുതിയ ഒരു സംരംഭത്തിലേക്ക് കമ്പനി കാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനിയുള്ള പർച്ചേസിങ് ഓപ്ഷൻസിലേക്ക്, ടിക്കറ്റ് പർച്ചേസിങ്, മറ്റുള്ള തിങ്സ് പർച്ചേസിങ്ങിലേക്കൊക്കെ കമ്പനി ടോക്കന്റെ യൂട്ടിലിറ്റി കൂട്ടുന്നതിലേക്ക് കൊണ്ടുവരും. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഫേസ് 2-ലൂടെ നാളെ മുതലാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അത് ചിലപ്പോൾ ഇന്നോ നാളെയായിട്ട് നമുക്ക് മെയിൽ വരും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ ആയിട്ട്. കൃത്യതയോടുകൂടി നമ്മുടെ ഫേസ് 1-ൽ ഇരിക്കുന്ന നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള കറണ്ട് ബാലൻസിൽ നിന്ന് അതിന്റെ 10% ഉപയോഗിച്ചിട്ട് നമുക്ക് ഫേസ് 2-ലേക്ക് മാറ്റുകയും അതിലൂടെ ബേൺ ചെയ്ത് നമുക്ക് അവിടെ വരുമാനം ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു മിനിറ്റ്, ഞാൻ വിഡ്രോല് നോക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഒരു മിനിറ്റ്, ഒന്നും കൂടെ നമുക്ക് നമ്മുടെ ഒരു നിമിഷം, ഞാൻ ഒന്നുകൂടെ നമുക്ക് അവിടെ ആയിട്ടുണ്ടോ നോക്കാം. ഒന്നും കൂടെ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് പെട്ടെന്ന് നമ്മുടെ വിഡ്രോവൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ്. വിഡ്രോ കൊടുത്തത് ഓക്കെ. ഇവിടെ നമ്മുടെ വാലറ്റ് അഡ്രസ് ഒന്ന് ജസ്റ്റ് പോയി നോക്കുന്നുണ്ട്. എവിടാണ്? ഇത് എത്തിയിട്ടില്ല, ടൈം എടുക്കുന്നുണ്ട്. ചില സമയം എടുക്കുന്നുണ്ട്. ഞാനൊന്ന് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടുമായിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട്, ഏതായാലും ഒരു 10 മിനിറ്റ് 15 മിനിറ്റാ പറഞ്ഞില്ലേ, ഇപ്പം 15 മിനിറ്റിന് മുകളിലായി. നമുക്ക് കാത്തിരിക്കണ്ടേ? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ മീറ്റിംഗ് ഇപ്പം എൻഡ് ചെയ്യാനുള്ള സമയത്തോടെ അടുത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് സിസ്റ്റം മാനേജ്മെന്റിലുള്ളത്. ഇനി നാളെയൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇനിയും നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് എങ്ങനെ, ഇതിനു മുമ്പേ ശ്രീരേഖ മാഡം തന്നെ ഇവിടെ സ്വൈപ്പിങ്ങിന്റെ സിസ്റ്റം ഒക്കെ കാണിച്ചിരുന്നു. ഇനി നമുക്ക് വീണ്ടും നമുക്കൊരു ക്ലാസ്സിലൂടെ നമുക്ക് കാണിക്കാം. അതുപോലെ XT-യിൽ എങ്ങനെ വിഡ്രോ ചെയ്യാം, XT-യിൽ എങ്ങനെ XT.com ആണ് അത്യാവശ്യം നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് പിന്നെ
പിന്നെ പർച്ചേസിങ്ങിനും അതായത് നമ്മുടെ ടോക്കൺ പർച്ചേസിങ്ങും ടോക്കൺ വിഡ്രോവലും അതേപോലെ തന്നെ ടോക്കൺ സെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്തുള്ള ടോക്കണ് ഇപ്പൊ നിങ്ങൾ എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട്. അപ്പൊ ആ ടോക്കണ് ആവശ്യക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടോക്കൺ സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിൽ വരുന്ന ബിസിനസ് ഒക്കെ നമ്മൾ സെല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടോക്കൺ അവൈലബിൾ ഉള്ള ആൾക്കാർക്ക്. അങ്ങനെയുള്ളവർക്ക് എന്റെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അങ്ങനെ ടോക്കൺ ഉണ്ട്, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ സഹകരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടോക്കണ് എങ്ങനെ ഞങ്ങളുടെ കയ്യിൽ ടോക്കൺ ഉണ്ട്, എന്താ ചെയ്യുക സാറ്, എസ്റ്റേയിൽ കൊണ്ടുപോയിട്ട് എങ്ങനെ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചും നമുക്ക് കൊടുക്കാൻ കഴിയും. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇനിയും നാളെയും മറ്റന്നാളും ഒക്കെ നമുക്ക് ഇനിയും മീറ്റിങ്ങിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എല്ലാ ഡൗട്ട്സുകളും നമുക്ക് തീർക്കാം. അതേപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബിസിനസ്സിലൂടെ അപെക്സ് ടോക്കൺ എന്ന് പറയുന്ന ബിസിനസ്സിലൂടെ നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ വൈൻഡപ്പിലായിട്ട് അറിയിക്കുന്നു. തീർച്ചയായിട്ടും നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒന്നുകൂടെ കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക്